ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വിമൻ, കാസ്റ്റ് ആൻഡ് റിഫോം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫീമെയിൽസിന്റെ ഒത്തിരി ഇഷ്യൂസ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പുതിയ ആൾക്കാർ അല്ലെ, ഫീമെയിൽ റെപ്രസെന്റേറ്റീവ്സ് തന്നെ ഫീമെയിൽസിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വരുന്ന കുറെ കാര്യങ്ങൾ, കുറെ ഇൻസിഡൻസ് നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാസ്റ്റിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് കാസ്റ്റ് ആൻഡ് സോഷ്യൽ റീഫോം. സോ കാസ്റ്റിന് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കാസ്റ്റിന്റെ ബേസിസിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മളുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുണ്ടോ? നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നടന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ some of the social reformers we have been discussing also criticized the caste inequalities. Rammohun Roy translated an old Buddhist text that was critical of caste. The Prarthana Samaj adhered to the tradition of Bhakti that believed in spiritual equality of all castes. In Bombay, the Paramhans Mandali was founded in 1840 to work for the abolition of caste. Many of these reformers and members of reform associations were people of upper caste. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കാസ്റ്റിന്റെ ബേസിസിലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. റിഫോമേഴ്സ് ചില ആൾക്കാര് കാസ്റ്റ് ഇൻഈക്വാലിറ്റിയും ഉണ്ടായിരുന്നു. എന്താ കാസ്റ്റ് ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റുകള് അപ്പർ കാസ്റ്റ് എന്ന് ലോവർ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഡിവിഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഉയർന്ന ബ്രാഹ്മിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പർ കാസ്റ്റിലായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ താഴെയല്ലേ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള കാസ്റ്റുകൾ, അവരൊക്കെ ലോവർ കാസ്റ്റ്, അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ. അതിനു വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ അല്ലെ, റാംമോഹൻ റോയ് ട്രാൻസ്ലേറ്റഡ് an old Buddhist text that was critical of caste. അങ്ങനെ രാംമോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻ അല്ലെ, പ്രാർത്ഥന സമാജ് പറഞ്ഞു അല്ലെ. പരമഹൻസ് മണ്ഡലി വാസ് ഫൗണ്ടഡ് ഇൻ 1840 ടു വർക്ക് ഫോർ ദ അബോളിഷൻ ഓഫ് കാസ്റ്റ്. അപ്പൊ നിങ്ങൾ ഈ വർഷവും ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഈ പ്രാർത്ഥന സമാജ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം കേട്ടോ. പക്ഷെ ഈ കാസ്റ്റിന് വേണ്ടിയിട്ട് സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഫോമേഴ്സും മെമ്പേഴ്സ് ഓഫ് റീഫോം അസോസിയേഷൻ വെർ പീപ്പിൾ ഓഫ് അപ്പർ കാസ്റ്റ്. അതായത് ഉയർന്ന കാസ്റ്റിലുള്ള ആൾക്കാർ പോലും ഈ ഒരു അല്ലെ ഉയർന്ന കാസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അതായത് ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരും റെഡി ആയിരുന്നു അല്ലെ. അപ്പം എല്ലാ അപ്പർ ക്ലാസ്സുകാരും ഒരുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പർ ക്ലാസ്സിലുള്ള പല ആൾക്കാരും അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഈ ഒരു കാസ്റ്റ് ഇൻഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ദേ ആർ റീഫോമേഴ്സ് അല്ലെ. Often in secret meetings, these reformers would violate caste taboos on food and touch, and in an effort to get rid of the hold of caste prejudice in their life. അപ്പം അല്ലെ അവരുടെ സീക്രട്ട് മീറ്റിംഗ്സ് ഒക്കെ ഉള്ള സമയത്ത് അവരുടെ ഇടയിൽ എന്താണ് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരും ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരും ഒരേ ഫുഡ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് അവരെ തൊടാനൊന്നും പാടില്ല എന്നൊക്കെ ഉള്ള കുറേ ടാബൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഇവരെ കുറച്ച് അല്ലെ സീക്രട്ട് മീറ്റിംഗ്സിലൊക്കെ അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദർ വെർ ഓൾസോ അതേഴ്സ് ഹു ക്വസ്റ്റ്യൻ ദ ഇൻജസ്റ്റിസസ് ഓഫ് ദി കാസ്റ്റ് സോഷ്യൽ ഓർഡർ. ചില ആൾക്കാര് ഇത്തരം കാസ്റ്റ് സോഷ്യൽ ഓർഡറിലുള്ള ഇൻജസ്റ്റിസസിനെ ക്വസ്റ്റ്യൻ ചെയ്യണ്ടായിരുന്നു. ചില ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ലൈഫ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാസ്റ്റ് ഇൻഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് സ്ട്രൈക്ക് നടത്തി ആ ഒരു ഈക്വാലിറ്റി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് നടത്തിയ ആൾക്കാരുമുണ്ട്. ഇനി അതല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ ജീവിച്ചു പോയിട്ടുള്ള ആൾക്കാരുമുണ്ട്. സോ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദി 19th century, Christian missionaries began setting up schools for tribal groups and lower caste children. These children were thus equipped with some resources to make their way into a changing world. എന്താ പറഞ്ഞിട്ടുള്ളത്? 19th century ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെ ട്രൈബൽ ഗ്രൂപ്പ്സിനും ലോവർ കാസ്റ്റ് ചിൽഡ്രനും വേണ്ടിയിട്ട് അല്ലെ
ക്രിസ്ത്യൻ മിഷണറീസ് എന്ത് ചെയ്തു, അല്ലെ അവർക്കും എഡ്യൂക്കേഷൻ വേണം, അതിനു വേണ്ടിയിട്ട് സ്കൂൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ആർക്ക് മാത്രമായിരുന്നു എഡ്യൂക്കേഷൻ, വിദ്യ അഭ്യസിക്കാനുള്ള റൈറ്റ് പോലും ചിലപ്പം അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഇവിടെ മിഷണറീസ്, അല്ലെ ക്രിസ്ത്യൻ മിഷണറീസ് എന്ത് ചെയ്തു, സ്കൂൾസ് ഒക്കെ തുടങ്ങി, അല്ലെ ട്രൈബൽ ഏരിയയിൽ അല്ലെ ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്കൂൾസ്, അതുപോലെ തന്നെ ലോവർ കാസ്റ്റിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. These children were thus equipped with some resources to make their way into a changing world. And at the same time, the poor began leaving their villages to look for jobs that were opening up in the cities. Okay? Same time la poor began leaving their villages to look for jobs that were opening up in the cities. അല്ലെ താഴെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അല്ലെ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ സിറ്റീസിലൊക്കെ ജോലി അന്വേഷിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് തുടങ്ങി. There was work in the factories that were coming up and jobs in municipalities. അവർക്ക് എവിടെയായിരുന്നു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഫാക്ടറീസിലും മുനിസിപ്പാലിറ്റീസിലൊക്കെ ആയിരുന്നു അവർക്ക് ജോലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. Think of the new demands of labor thus created. Drains had to be dug, roads laid, buildings constructed and cities cleaned. അപ്പോൾ ഒത്തിരി പുതിയ തരത്തിലുള്ള ജോബ്, അല്ലെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ജോബ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെ ഡ്രെയിൻസ് ഡഗ് ചെയ്യണം, അതുപോലെ തന്നെ റോഡിൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യണം, സിറ്റീസ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെ ആൾക്കാരുടെ എണ്ണം കൂടുക, അല്ലെ വില്ലേജ് ഏരിയാസിൽ നിന്നും ആൾക്കാർ ജോലി തേടി സിറ്റീസിലേക്ക് പോവുകയാണ്. അപ്പം ഓവർ പോപ്പുലേഷൻ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സിറ്റി ചീത്തയാവാനുള്ള, അല്ലെ കൂടുതൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുകയാണ്. അപ്പം സിറ്റി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം, അല്ലെ അപ്പൊ അതൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരികയാണ്. This required coolies, diggers, carriers, bricklayers, sewage cleaners, sweepers, planarium bearers, rickshaw pullers. ഇങ്ങനെ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. എന്താണ്, അല്ലെ റിക്ഷ പുള്ളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, സീവേജ് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലി ചെയ്യേണ്ടി വരുന്ന ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി ജോലികൾ കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് where did this labor come from? എവിടെ നിന്നാണ് വരുന്നത്? The poor from the villages and small towns, many of them from low caste. അല്ലെ നമ്മൾ പറഞ്ഞു, അല്ലെ വില്ലേജ് ഏരിയയിൽ നിന്നും ഇത് കുറേ ആൾക്കാർ ടൗണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ജോലി അന്വേഷിച്ചിട്ട് പോയി. കുറേ ആൾക്കാരൊക്കെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. കുറേ പാവപ്പെട്ട ആൾക്കാരും എവിടെ ഉള്ളതായിരുന്നു, അല്ലെ അന്ന് ലോവർ കാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ജോലി അന്വേഷിച്ചിട്ട് ടൗണിലേക്ക് പോവുകയാണ്. ബിഗെയിൻ മൂവിങ് ടു ദ സിറ്റീസ് വേർ ദർ വാസ് എ ന്യൂ ഡിമാൻഡ് ഫോർ ലേബർ. അല്ലെ അവരെല്ലാം ജോലി അന്വേഷിച്ച് സിറ്റീസിലേക്ക് പോവുകയാണ്, ടൗണിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുമ്പോൾ അവിടെ ലേബർ ഡിമാൻഡും കൂടുകയാണ്, അല്ലെ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. So some also went in plantation when works in plantations in Assam, Mauritius, Trinidad and Indonesia. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. Work in the new locations was often very hard, but the poor people from low caste saw this as an opportunity to get away from the oppressive hold that upper caste landowners exercise over their lives and the daily humiliation they suffered. So പുതിയ ലൊക്കേഷൻസിലുള്ള വർക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു, അല്ലെ ബട്ട് ദ പുവർ പീപ്പിൾ ഫ്രം ലോ കാസ്റ്റ് സോ ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് അവേ ഫ്രം ദ ഒപ്രസീവ് ഹോൾഡ് ദാറ്റ് അപ്പർ കാസ്റ്റ് ലാൻഡ് ഓണേഴ്സ് എക്സൈസ്ഡ് ഓവർ ദെയർ ലൈഫ്സ് ആൻഡ് ദ ഡെയിലി ഹ്യൂമിലിയേഷൻ ദേ സഫർഡ്. അപ്പം പുതിയ എല്ലാ ആൾക്കാരും ജോലി അന്വേഷിച്ച് സിറ്റീസിലേക്ക് വന്നു. സിറ്റീസിൽ വന്നപ്പോൾ എന്താണ്, അവിടെ ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ട്, ഒത്തിരി ടൈപ്പ് ജോലികളുണ്ട്, അല്ലെ സീവേജ് ക്ലീൻ ചെയ്യുന്നത്, കുഴികൾ കുഴിക്കുന്നത്, അങ്ങനെ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റി, റിക്ഷ പുള്ളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ലേബറേഴ്സ്, കൂലി എല്ലാം ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ജോബായിരുന്നു. പക്ഷെ അവരത് എന്ത് ചെയ്തു, അവർക്ക് അതിൽ വലിയ പരാതി ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്,
അവർ നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരുടെ വല്ലാത്ത രീതിയിലുള്ള അല്ലെ പെരുമാറ്റവും ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അവർ അത്രയും സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാൻഡ് ഓണേഴ്സ്, അപ്പർ കാസ്റ്റിലുള്ള ലാൻഡ് ഓണേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നുമുള്ള ഒരു മോചനം അതാണ് അവർക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഹയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിറ്റീസിൽ കിട്ടിയ സമയത്ത് അവർക്ക് എന്താണ് ഒരു എസ്കേപ്പ് ഉണ്ടാകുന്നത്? So this is an opportunity to get away from the oppressive hold that upper caste landowners exercised over their lives and the daily humiliation they suffered. And there were other jobs too. ആർമി ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഇത്തരം ജോലികൾ മാത്രമല്ല, വേറെയും ജോലികൾ ഉണ്ടായിരുന്നു, വേറെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? ആർമി, for instance, offered opportunities. A number of Mahar people who were regarded as untouchable found jobs in Mahar regiment. The father of B.R. Ambedkar, the leader of the Dalit movement, taught at an army school. അപ്പം father of B.R. Ambedkar, leader of the Dalit movement, അദ്ദേഹം ഒരു taught at an ആർമി സ്കൂളിൽ പഠിപ്പിക്കും. അപ്പം ആർമിയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ആർക്കാണ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള റൈറ്റ് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെയായിരുന്നു, അവരുടെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നോക്കാം നമുക്ക്. Who could produce shoes? So, leather workers have been traditionally held in contempt since they work with dead animals which are seen as dirty and polluting. അപ്പം ലെതർ വർക്കേഴ്സ് ട്രഡീഷണലി എന്താണ്, അവര് ഡെഡ് ആനിമൽസുമായിട്ടും അല്ലെങ്കിൽ ഡാർട്ടി ആൻഡ് പൊല്യൂട്ടിംഗ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് സംഭവിച്ചു? ദർ വാസ് എ ഹ്യൂജ് ഡിമാൻഡ് ഫോർ ഷൂസ് ഫോർ ദ ആർമീസ് അല്ലെ. അപ്പം ഫസ്റ്റ് വേൾഡ് വാറിൽ ആർമിയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ആർമിയിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്ത് വേണം? അവർക്ക് ഷൂസ് വേണം. അപ്പൊ ഇവിടെ ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡെഡ് ആനിമൽസ് ഒക്കെ ആയിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്, ലെതർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം അവര് എന്ത് ചെയ്തു? Caste prejudice against leather work meant that only the traditional leather workers and shoemakers were ready to supply army shoes. അപ്പം ട്രഡീഷണൽ ലെതർ വർക്കേഴ്സും ഷൂ മേക്കേഴ്സും ആയിരുന്നു ആർമിക്ക് വേണ്ട ഷൂസ് എല്ലാം സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദേ കുഡ് ആസ്ക് ഫോർ ഹൈ പ്രൈസസ് ആൻഡ് ഗെയിൻ ഇംപ്രസീവ് പ്രോഫിറ്റ്. അപ്പം ആർമിയിലേക്ക് ഒത്തിരി ഷൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം വന്നു. അത് കാരണം അവർ മാത്രമായിരുന്നു അത്തരം ഡെഡ് ആനിമൽസ് ഒക്കെ ആയിട്ട് ഇടപഴകിയിട്ട് അല്ലെങ്കിൽ അത്തരം ഷൂ മേക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം ആർമീന്റെ സമയത്ത് വലിയൊരു ഡിമാൻഡ് ഷൂ മേക്കിങ്ങിന് വന്നു. അപ്പൊ അവർക്ക് ആ ഒരു ഡിമാൻഡ് വെച്ച് അവർക്ക് ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലെ. ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരായിരുന്നു അല്ലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാസ്റ്റിലേക്കാണ് വരുന്നത്. നോ പ്ലേസ് ഇൻസൈഡ് ദി ക്ലാസ് റൂമിൽ സ്ഥലം ഇല്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. നോ പ്ലേസ് ഇൻസൈഡ് ദി ക്ലാസ് റൂം. In the Bombay presidency, as late as 1829, untouchables were not allowed into even government schools. Okay, 1829. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറേ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് നമ്മൾ ഈ പറയുന്നതെന്ന്? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കാൻ കാസ്റ്റിന്റെ ബേസിസിലാണോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത്? അല്ലേ. അപ്പം ഇവിടെ അധികം വർഷമൊന്നും ആയിട്ടില്ല, 100-200 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അല്ലെ. ലേറ്റസ്റ്റ് 1829 എന്തായിരുന്നു? അൺടച്ചബിൾസ് വെയർ നോട്ട് അലൗഡ് ഇൻ ടു ഈവൻ ഗവൺമെന്റ് സ്കൂൾസ് അല്ലെ. ഗവൺമെന്റ് സ്കൂൾസിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് സ്കൂൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് സ്കൂൾ എന്താണ്, കൂടുതൽ ആൾക്കാർക്ക് സേവനം അല്ലെ, പബ്ലിക് ഫെസിലിറ്റീസ് ആണത്, അതിൽ പെടുന്നതാണത്. അപ്പം ആ ഒരു ഫെസിലിറ്റി പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാർക്കും സ്കൂളിലൊന്നും പോകാനുള്ള അൺടച്ചബിൾസ് വെർ നോട്ട് അലൗഡ് ടു ഈവൺ ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. ആൻഡ് വെൻ സം ഓഫ് ദം പ്രസ്ഡ് hard for that right, they were allowed to sit on the veranda outside the classroom. അല്ലെ അവരവരുടെ റൈറ്റിന് വേണ്ടിയിട്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ച് ആൾക്കാരെ ക്ലാസ് റൂമിൽ ഇരുത്തത്തില്ല, എന്നാൽ പോലും എവിടെ ഇരിക്കണം? വരാന്തയിൽ ഇരിക്കണം. ക്ലാസ് റൂമിന്റെ വരാന്തയിൽ ഇരുന്നിട്ട് ആൻഡ് ലിസൺ ടു ദ ലെസൺസ് വിതൗട്ട് പൊല്യൂട്ടിങ് ദ റൂം അല്ലെ. വിതൗട്ട് പൊല്യൂട്ടിങ് എന്നുള്ള ടേമാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അവർ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ക്ലാസ് റൂം പൊല്യൂട്ടഡ് ആയി പോകുന്ന പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു മോശം സിറ്റുവേഷൻ ആണല്ലേ.
So they were allowed to sit on the veranda outside the classroom and listen to the lessons without polluting the room where upper caste boys were taught. അല്ലെ, അപ്പൊ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ പഠിക്കുന്ന ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ക്ലാസ് റൂം പൊല്യൂട്ടായി പോകുന്നതാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അല്ലെ. ആൻഡ് demands for equality and justice. Demands for equality and justice gradually by the second half of the 19th century. People from within the non-Brahmin caste began organizing movements against caste discrimination and demanded social equality and justice. So gradually by the second half of the 19th century എന്ത് സംഭവിച്ചു? പീപ്പിൾ ഫ്രം വിത്തിൻ ദ നോൺ ബ്രാഹ്മിൻ കാസ്റ്റ് അല്ലെ, നോൺ ബ്രാഹ്മിൻ കാസ്റ്റിൽ പെടാത്ത ആൾക്കാർ എന്ത് ചെയ്തു? ഓർഗനൈസിങ് മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിമാൻഡഡ് സോഷ്യൽ ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് അല്ലെ. അവര് നോൺ ബ്രാഹ്മണിൽ പെട്ട ആൾക്കാർ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ തുടങ്ങി? അല്ലെ, ഒരു ഈക്വാലിറ്റി വേണം അല്ലെ. നമ്മൾ ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള ഒരു വ്യത്യാസം അല്ലെ, ക്ലാസ് റൂം നിഷേധിക്കപ്പെടുകയാണ് അല്ലെ, പല ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, പബ്ലിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള സ്കൂൾസ്, പബ്ലിക് വെള്ളം എടുക്കാൻ പറ്റില്ല അല്ലെ, അവർക്ക് വെള്ളം അല്ലെ പൊതുവായിട്ടുള്ള കിണർന്ന് പോലും വെള്ളം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം അവസ്ഥകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇത്തരം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, നോൺ ബ്രാഹ്മിൻ കാസ്റ്റ് എന്ത് ചെയ്യാണ്? അവര് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യാണ്. The Satnami movement in central India was founded by Ghasidas. ആരാണ്? Ghasidas. Satnami movement, who worked among the leather workers and organized a movement to improve their social status. So, Satnami movement in central India was founded by Ghasidas, who worked among the leather workers and organized a movement to improve their social status. ആൻഡ് ഈ ഓരോ സ്ഥലത്തും അല്ലെ, ഓരോ റീജിയണിലുള്ള മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ റീജിയണിൽ ഏത് സ്ഥലത്താണ്, ആരാണ് അതിന് നേതൃത്വം നൽകിയത് അല്ലെ, അതിന്റെ ഒരു ഓർഗനൈസർ ആരായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് വെക്കണം. ഓക്കെ, ഈസ്റ്റേൺ ബംഗാളിൽ ആരായിരുന്നു? ഹരിദാസ് തക്കൂസ് മത്വ സെക്ട് worked among Chandala cultivators. Haridas questioned the Brahmanical text that supported the caste system. അല്ലെ, Brahmanical textil എന്താ കാസ്റ്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഹരിദാസ് സൗണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? ഈസ്റ്റേൺ ബംഗാളിൽ. ഓക്കെ, and what is present day Kerala? A guru from ഈഴവ കാസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ഈ ഈഴവ കാസ്റ്റിലുള്ള ഗുരു ആരായിരുന്നു? ശ്രീ നാരായണ ഗുരു. കേട്ടിട്ടില്ലേ? നാരായണ ഗുരുവിനെ കേട്ടിട്ടില്ലേ? സോ കേരളയില് നാരായണ ഗുരു എന്ത് ചെയ്തു? പ്രൊക്ലൈം ദ ഐഡിയാസ് ഓഫ് യൂണിറ്റി ഫോർ ഹിസ് പീപ്പിൾ. എന്താണ്? കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു യൂണിറ്റി ആണല്ലേ വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കാസ്റ്റിന്റെ ബേസിസിൽ ഇങ്ങനെ തമ്മില് നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കരിവാരി തേക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ he argued against treating people unequally on the basis of caste difference. അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീ നാരായണ ഗുരു എന്താ ചെയ്തത്? കാസ്റ്റിന്റെ ബേസിസിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരി മൂവ്മെന്റ്സ് ലീഡ് ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു അല്ലെ. അദ്ദേഹം ഒരു കേരളീയനാണല്ലേ. സോ അക്കോർഡിംഗ് ടു ഹിം all humankind belonging to the same caste. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ മനുഷ്യന്മാരും അല്ലെ, ഒരു ജാതിയാണ് മനുഷ്യനുള്ളത് അല്ലെ, ഒരു ജാതി അല്ലെ, ഒരു കാസ്റ്റേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്ന അല്ലെ, ഒറ്റ ജാതി മാത്രമേ ഉള്ളൂ. വൺ ഓഫ് us famous statement was എന്തായിരുന്നു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാ പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. നിങ്ങൾ എന്തിൽ വിശ്വസിച്ചാലും എന്താണ്? മനുഷ്യന്മാരെന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന അല്ലെ, ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള ഒരു ഫേമസ് കോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ ഹ്യൂമൻ കൈൻഡ് അല്ലെ, അതാണ് സെയിം. അദ്ദേഹം അപ്പം കാസ്റ്റ് ഇൻഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആക്ഷൻസ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു.
All these sects were founded by leaders who came from non-Brahmin caste and worked amongst them. They tried to change those habits and practices which provoke the contempt of dominant caste. They tried to create a sense of self-esteem among the subordinate caste. അപ്പം അവരൊരു സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം among the subordinate caste. അതിനു വേണ്ടിയിട്ടായിരുന്നു അവര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുലാംഗിരിയാണ്. ഓക്കെ, ഗുലാംഗിരി. One of the most vocal amongst the low caste leaders was Jyotirao Phule. Jyotirao Phule. So, born in 1827, he studied in school set up by ആരാണ്? ക്രിസ്ത്യൻ മിഷണറി സെറ്റപ്പ് സ്കൂളിലായിരുന്നു ജ്യോതിറാം ഫൂലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. On growing up, he developed his own ideas about the injustices of caste society. അല്ലെ, അദ്ദേഹം നിങ്ങളും വളർന്നു വരികയാണ് അല്ലെ. അപ്പൊ സൊസൈറ്റിയിൽ എന്തൊക്കെ ഇനീക്വാലിറ്റീസ് അല്ലെ, നിങ്ങളുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹവും എന്ത് ചെയ്തു? വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് he developed his own ideas about the injustice of caste society. He set out to attack the Brahmins' claim that they were superior to others since they were Aryans. ഈ ജ്യോതിറാവ് ഫൂലെ മെയിൻ ആയിട്ട് ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു? ബ്രാഹ്മിൻസിന് ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. എന്താണ്? അവരാണ് ബാക്കി എല്ലാ കാസ്റ്റിനേക്കാളും ബാക്കി എല്ലാ ആൾക്കാരെക്കാളും സുപ്പീരിയർ ബ്രാഹ്മിൻസ് ആണെന്നുള്ള ക്ലെയിം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ജ്യോതിറാം ഫൂലെ. സോ അവര് ആര്യൻസിൽ വരുന്നതാണെന്നുള്ള, ആര്യന്മാർക്കിടയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരാണ് ബ്രാഹ്മിൻസ് എന്നുള്ള ഒരു ക്ലെയിം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സുപ്പീരിയർ ആയിട്ട് ബ്രാഹ്മിൻസിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ജ്യോതിറാം ഫ്യൂലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സൗണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Phule argued that the Aryans were foreigners who came from outside the subcontinent. അല്ലെ, ആര്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അല്ലെ, ഈ ദ്രാവിഡത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണോ ആര്യന്മാരെന്ന് പറയുന്നത്? അല്ലെ, അവര് ഫോറിനേഴ്സ് ആണ്, ഇന്ത്യന്റെ പുറത്തുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, അവര് ഇത് ഒരു കാസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെയോ പൊക്കി പറയാനോ താഴ്ത്തി പറയാനോ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ. നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അതാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ആര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫോറിനേഴ്സ് ആണ്. ഹു കെയിം ഫ്രം ഔട്ട്സൈഡ് ദി സബ് കോണ്ടിനെന്റ്. അപ്പൊ നമ്മുടെ സബ് കോണ്ടിനെന്റിന്റെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഫോറിനേഴ്സ് ആണ് ആര്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിഫീറ്റഡ് ആൻഡ് സബ്ജുഗേറ്റഡ് ദ ട്രൂ ചിൽഡ്രൻ ഓഫ് ദി കൺട്രി those who had lived here from before the coming of the Aryans. അല്ലെ, അപ്പൊ അവർ വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ ഡിഫീറ്റ് ചെയ്തതാണ് അല്ലെ, ഇവിടെയുള്ള ആൾക്കാരെ പരാജയപ്പെടുത്തി അല്ലെ. ആര്യന്മാർ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഇന്ന് കാണുന്ന പൊസിഷൻ എടുത്തിട്ടുള്ളതെന്നാ പറയുന്നത്. As the Aryans established their dominance, they began looking at the defeated population as inferior, as low caste people. അല്ലെ, ആര്യന്മാർ ഫോറിനേഴ്സ് ആയിരുന്നു. അവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരെ ഡിഫീറ്റ് ചെയ്തു. അതിനുശേഷം ആ ഡിഫീറ്റഡ് ആയി കിടക്കുന്ന ആൾക്കാരെ അവർ ലോ കാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു അല്ലെ, ഇൻഫീരിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ആര്യന്മാർ സുപ്പീരിയർ ആണെന്നുള്ള രീതിയിലാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ഇവിടെ ജ്യോതിറാവ് ഫൂലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഫൂലെ, ദ അപ്പർ കാസ്റ്റ് ഹാഡ് നോ റൈറ്റ് ടു ദെയർ ലാൻഡ് ആൻഡ് പവർ. അപ്പം അദ്ദേഹം എന്താ പറയുന്നത്? അല്ലെ, അപ്പർ കാസ്റ്റിന് ഇവിടുത്തെ ലാൻഡിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പവറിനോ ഒന്നും റൈറ്റ് ഇല്ല. ഇൻ റിയാലിറ്റി ദ ലാൻഡ് ബിലോങ്ങിങ് ടു ഇൻഡിജിനസ് പീപ്പിൾ, ദ സോ കോൾഡ് ലോ കാസ്റ്റ്. അല്ലെ, ഇവിടെ ഓൾറെഡി ജീവിച്ചിരുന്ന അല്ലെ ഇവിടുത്തെ ആൾക്കാർ, ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാരുടെ ലാൻഡാണിത്. ആര്യന്മാര് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആര്യന്മാർക്ക് ഇവിടുത്തെ ലാൻഡിൽ ഒരു പവറും ഇല്ല. അവര് ഇവിടെ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെ സുപ്പീരിയർ ആയിട്ട് അല്ലെ ഡിഫീറ്റ് ചെയ്ത് സുപ്പീരിയർ ആയതാണ്. അല്ലാതെ ഇത് ഓൾറെഡി ഇവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലാൻഡാണ്. പുറത്തുനിന്ന് വന്നിട്ടുള്ള ആര്യന്മാർക്ക് ഇതിനകത്ത് ഒരു റൈറ്റും ഇല്ല ഈ ലാൻഡിൽ എന്നാണ് ഫൂലെ പറഞ്ഞിട്ടുള്ളത്.
And Phule claimed that before Aryan rule, there existed golden age. അല്ലെ, ആര്യൻ റൂളിംഗ് വരുന്നതിന്റെ മുമ്പ് ഗോൾഡൻ ഏജ് ആയിരുന്നു, when warrior peasants tilled the land and the ruled Maratha countryside in just and fair ways. അല്ലെ, ജസ്റ്റിസ്, നല്ല നീതിയോട് കൂടിയിട്ടുള്ള, അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു ആര്യന്മാർ വരുന്നതിന്റെ മുമ്പ് എന്നാണ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത്. He proposed that ശൂദ്രാസ് എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്ന അധ്വാനിക്കുന്ന കാസ്റ്റിനെയാണ് എന്ത് പറയുക, ശൂദ്രാസ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് ആണ്. And Ali Shudras, untouchable, should unite to challenge caste discrimination. അപ്പം എന്ത് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്? അല്ലെ, ഇവിടെ ഇൻഫീരിയർ ആയിട്ട് ഒരു കാസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെ, ശൂദ്രാസും അതിശൂദ്രാസിനെ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം ആൾക്കാർ എന്ത് ചെയ്യണം, അത്തരം അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലേബറിംഗ് കാസ്റ്റ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അവര് പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഇവിടെ നിലനിൽക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ, അല്ലെ, കാസ്റ്റിന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. And the Satyashodak Samaj, an association Phule founded, propagated caste equality. ഏതാണ്? സത്യശോധക് സമാജ്. ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്? ആരാണ്? ജ്യോതിറാവ് ഫുലെ, അല്ലെ. സോ അത് ഓർത്ത് വെക്കണേ, നിങ്ങൾ അടി വരഞ്ഞിട്ട് പുതിയ കോമ്പിനേഷൻസ് ഏത് ഫൗണ്ട് ചെയ്തു, ഏതാണ് ഫൗണ്ടേഷൻ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെയുടെ ആണ് പ്രൊപ്പഗേറ്റഡ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കാസ്റ്റ് ഇക്വാലിറ്റി. In 1873, Phule wrote a book named Gulamgiri, meaning slavery. ഓക്കെ, ഏത് വർഷത്തിലാണ് ഗുലാംഗിരി എഴുതിയിട്ടുള്ളത്? 1873 Some 10 years before this, an American civil war had been fought, leading to the end of slavery in America. അപ്പം ഇതിനേക്കാൾ ഒരു 10 years മുമ്പ് എന്താണ്, അമേരിക്കൻ സിവിൽ വാർ ഉണ്ടായിരുന്നു. അവിടെ എന്തുണ്ടായി? എൻഡ് ഓഫ് സ്ലേവറി ഇൻ അമേരിക്ക. അമേരിക്കൻ സ്ലേവറിന്റെ ഒരു അവസാനം ആയി കഴിഞ്ഞു അമേരിക്കൻ സിവിൽ വാർ വന്നതിന് ശേഷം. അപ്പം അതുപോലെയുള്ളൊരു റൈറ്റിംഗ് ആണ് സ്ലേവറി എന്ന മീനിങ് ഉള്ള ഗുലാംഗിരി. ആരുടേതാണ്? ജ്യോതിറാവ് ഫുലെ. ഓക്കെ. Phule dedicated his book to all those Americans who had fought to free slaves, thus establishing a link between the conditions of the lower caste in India and the black slaves in America. അപ്പം അമേരിക്കയിലെ ബ്ലാക്ക് സ്ലേവ്സ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോവർ കാസ്റ്റ്, അല്ലെ, ബ്ലാക്ക് സ്ലേവ്സ് അവിടെ ഒരു സിവിൽ വാർ ഉണ്ടായി, അമേരിക്കൻ സിവിൽ വാറിൽ ഉണ്ടായപ്പോൾ അവിടുത്തെ സ്ലേവറി സിസ്റ്റം കംപ്ലീറ്റ് പോയി. അതുപോലെ ഇന്ത്യയിൽ ആ ഒരു സ്ലേവറി സിസ്റ്റത്തിന് ഇക്വലന്റ് ആയിട്ട് അവര് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാസ്റ്റിന്റെ ഇൻഈക്വാലിറ്റി ആണ്, അല്ലെ, ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ളൊരു ഇൻഈക്വാലിറ്റി ഇന്ത്യയിലുണ്ട്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് രണ്ടുമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെ. ഓക്കെ. As this example shows, Phule extended his criticism of the caste system to argue against all forms of inequality. He was concerned about the plight of upper caste women, the miseries of the laborer, and the humiliation of the lower caste. അപ്പം ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കൺസേൺഡ് ആയിരുന്നു. എന്താണ്? പ്ലൈറ്റ് ഓഫ് അപ്പർ കാസ്റ്റ് വിമൻ, മിസറീസ് ഓഫ് ദ ലേബർ, അല്ലെ, ലേബർ തൊഴിലാളികൾക്ക്, അല്ലെ, ലേബറായിട്ട് കൺസിഡർ ചെയ്യുന്ന കാസ്റ്റ് എന്ന് പറയുന്നത് ശൂദ്രാസ് ആണ്, അല്ലെ. അപ്പൊ ശൂദ്രാസിന്റെ പ്രശ്നങ്ങള്, അപ്പൊ ലോ കാസ്റ്റിന്റെ പ്രശ്നങ്ങള് എല്ലാം അദ്ദേഹം ഒത്തിരി കൺസേൺഡ് ആയിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഒത്തിരി മൂവ്മെന്റ്സ് അദ്ദേഹം എന്താ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? സത്യശോധക് സമാജ്, അല്ലെ, സത്യശോധക് സമാജ് ഫോം ചെയ്തു. ആൻഡ് ദിസ് movement for caste reform was continued in the 20th century by other great Dalit leaders like Dr. B.R. Ambedkar in Western India and E.V. Ramaswamy Naikar in the South. അപ്പം ആ ഒരു കാസ്റ്റ് റീഫർമേഷൻ, അല്ലെ, കാസ്റ്റിലുള്ള ഇൻഈക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പിന്നെയും ഒത്തിരി ആൾക്കാർ വന്നു എന്നാ പറയുന്നത്. ആരാണ്? ദളിത് ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ B.R. അംബേദ്കർ ഇൻ വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് E.V. രാമസ്വാമി നായ്ക്കർ ഇൻ ദി സൗത്ത്. ആൻഡ്
നമ്മള് കാസ്റ്റിന്റെ ഇനീക്വാലിറ്റി പറഞ്ഞു, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ഒരേ ക്ലാസ്സിലൊന്നും ഇരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരാന്തയിലൊക്കെ ഇരിക്കും അല്ലെ, ക്ലാസ്സിലിരുന്നാൽ പൊല്യൂട്ടഡ് ആവുന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഒത്തിരി കോണ്ടെക്സ്റ്റുകൾ കണ്ടു. അതുപോലെ തന്നെ പബ്ലിക് കിണർന്ന് വെള്ളം എടുക്കാൻ പാടില്ല, അങ്ങനെ ഒത്തിരി സുപ്പീരിയർ ഇൻഫീരിയർ കാസ്റ്റ് അല്ലെ, അപ്പർ ലോവർ കാസ്റ്റിന്റെ ഒരു ഇഷ്യൂസ് നമ്മൾ കണ്ടു. ഇനി അമ്പലത്തിൽ പോകാൻ പറ്റുമായിരുന്നു എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർക്കും എന്നാണ്. ഓക്കെ, സോ ഹൂ കുഡ് എൻറ്റർ ടെമ്പിൾസ്? ആർക്കായിരുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് ഉണ്ടായിരുന്നത്? സോ Ambedkar was born into a Mahar family. As a child, he experienced what caste prejudice meant in everyday life. In school, he was forced to sit outside the classroom on the ground and was not allowed to drink water from the taps that upper caste children used. അപ്പം അംബേദ്കറിന്റെ കഥയാണ്. അംബേദ്കർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ്, ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തില്ലായിരുന്നു, ബാക്കിയുള്ള കുട്ടികൾ വെള്ളം കുടിക്കുന്ന ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അത്തരത്തിലല്ലേ ഒരു ദളിത് എന്നുള്ള രീതിയിൽ ഒത്തിരി ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആ ഒരു ഇനീക്വാലിറ്റിന്റെ എക്സ്ട്രീം കാര്യങ്ങളൊക്കെ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യാണ്ടായി. ആൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് സ്കൂൾ ഹി ഗോട്ട് എ ഫെലോഷിപ്പ് to go to the US for higher studies. അപ്പം അദ്ദേഹത്തിന് സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് US ഹയർ സ്റ്റഡീസിനുള്ള ഫെലോഷിപ്പ് കിട്ടി. On his return to India in 1919, he wrote extensively about upper caste power in contemporary society. അപ്പം ഹയർ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഹയർ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് 1919 അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. He wrote extensively about upper caste power in contemporary society എന്നുള്ളൊരു ബുക്ക് എഴുതി. And in 1927, Ambedkar started a temple entry movement. Okay, 1927 അംബേദ്കർ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, in which his Mahar caste followers participated. And Brahmin priests were outraged when the Dalits used water from the temple tank. Ambedkar led 3 such movements for temple entry between 1927 and 1935. 1927ന്റെയും 1935ന്റെയും ഇടയിൽ അല്ലെ, ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലമാണ്. എന്നിട്ട് പോലും എന്താണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ കാസ്റ്റ് നമ്മൾ ഓൾറെഡി ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് ഫ്രീ ആയിട്ടില്ല. പക്ഷെ അപ്പോഴും ആ ഒരു സിറ്റുവേഷൻ അല്ലെ, ബ്രിട്ടീഷുകാർ ഇവിടെ കോളനൈസേഷൻ അങ്ങനെ ഭരിച്ചോണ്ട് റൂൾ ചെയ്യുന്ന സമയമാണ്. പക്ഷെ നമ്മൾക്കിടയിലും യൂണിറ്റി കുറവായിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം അല്ലേ ഇത്. കാരണം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് തന്നെ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിന്റെ മെയിൽ ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലേ, അങ്ങനെ ഒത്തിരി ഡിസ്ക്രിമിനേഷൻസ് ഇവിടെ നമ്മുടെ ഇൻഡിജീനസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. And his aim was to make everyone see the power of caste prejudices within society. അപ്പം അദ്ദേഹത്തിന്റെ എയിം എന്തായിരുന്നു അല്ലെ, എല്ലാ ആൾക്കാർക്കും അല്ലെ പവർ ഓഫ് കാസ്റ്റ് പ്രിജുഡിസസ് വിത്തിൻ ദി സൊസൈറ്റി എന്നുള്ളതായിരുന്നു. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാസ്റ്റ് ഇൻഈക്വാലിറ്റിയെ പറ്റിയിട്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കാസ്റ്റിന്റെ ഒത്തിരി ആസ്പെക്ട്സ് അല്ലെ, ഒത്തിരി ഡയമെൻഷൻസ് നമ്മൾ നോക്കി കാണുകയുണ്ടായി അല്ലെ. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റീഫോമിനെ പറ്റി പറഞ്ഞു അല്ലെ, പ്രാർത്ഥന സമാജ് പറഞ്ഞു അല്ലെ, പരമഹംസ മണ്ഡലി അല്ലെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാസ്റ്റിന്റെ ഡിസ്ക്രിമിനേഷൻസ്, ആർക്കൊക്കെ സ്കൂളിൽ പോകാൻ പറ്റുമായിരുന്നു, ആ ജോലി അന്വേഷിച്ചല്ലേ വില്ലേജസിൽ നിന്നും ടൗണിലേക്ക് ഒത്തിരി ആൾക്കാർ പോയി, ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ അത് ലാൻഡ് ഓണേഴ്സിൽ നിന്നും സഫർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഉള്ള കാര്യങ്ങൾ, ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ദളിത് മൂവ്മെന്റ് പറഞ്ഞു, ആരാണ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കഥ പറഞ്ഞു, ആൻഡ് ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് എന്തായിരുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. അതായിരുന്നു അദ്ദേഹത്തിന്റെ എന്താ പറയുക ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഗുലാംഗിരിയെ പറ്റി പറഞ്ഞു, ആരായിരുന്നു, ജ്യോതിറാവ് ഫുലെ അല്ലെ. അപ്പൊ അദ്ദേഹം ആര്യൻസിന്റെ ആ ഒരു ഡോമിനൻസ് അല്ലെ, ആര്യൻസിന്റെ ബാക്കി വരുന്ന ബ്രാഹ്മിൻസ് അല്ലെ, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു
ഫൂലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് സത്യശോധക് സമാജ് അല്ലെ. അപ്പം അതിനെ കമ്പയർ ചെയ്തിട്ട് ഏതായിരുന്നു? അമേരിക്കൻ സ്ലേവറി അല്ലെ, സിവിൽ വാർ ഇൻ അമേരിക്ക ആയിട്ടായിരുന്നു അദ്ദേഹം അതിനെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം BR അംബേദ്കർ ആയിക്കോട്ടെ, രാമസ്വാമി നായ്ക്കർ ആയിക്കോട്ടെ, ടെമ്പിളിൽ കയറാനുള്ള റൈറ്റ് ഇല്ലാത്തതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, അങ്ങനെ ഒത്തിരി മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു കാസ്റ്റ് ഇൻഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.